എന്തൊരു ചൂടാണപ്പാ. ഓ, ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു വെള്ളം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി തരാം കേട്ടോ. ഇവിടെ വരുമ്പോഴെല്ലാം അമ്മച്ചി വെള്ളം തരുന്നത് അന്നേരം മുതലേ ഞാൻ വിചാരിക്കുന്നതാണ് ഇതെല്ലാം ഇരുന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ഞാൻ വന്നപ്പോഴല്ല ആദ്യം ഭാവിച്ചിട്ട് കൊണ്ട് തരുന്ന വെള്ളം ഇതാ. ഞാൻ ആദ്യം ഈ ചൂടത്ത് കയറി വരുമ്പോഴേ മനസ്സും തണുക്കും ശരീരവും തണുക്കും. സൂപ്പർ വെള്ളമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഈ കാലാവസ്ഥയ്ക്ക് നമുക്കിപ്പം ഈ തണുത്ത വെള്ളം കുടിക്കൽ കുറവാണ്. അതുകൊണ്ട് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെയൊക്കെ സാധാരണ കുടിക്കുന്നത്. പിന്നെ വീട്ടിൽ കൂടുതലും ചൂടുവെള്ളം കുടിക്കുന്നത്. പച്ചവെള്ളം അതുപോലെ തണുത്ത കൂൾ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നാരങ്ങ മേടിച്ച് വെക്കും. ഇങ്ങനെ ഒരു 3 നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു 6 ഗ്ലാസ് 7 ഗ്ലാസ് നാരങ്ങ ശരിക്കും നമുക്ക് നല്ല നാരങ്ങ വെള്ളം എടുക്കാം. 3 നാരങ്ങ, ഒരു കുറച്ച് ഇഞ്ചി, ഒരു 2 മുളക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചതച്ചിടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. നല്ലൊരു വെള്ളം കുടിക്കാൻ കഴിയും. ഇതൊന്ന് ചതച്ചിടുക. അമ്മച്ചിൻ്റെ അടുത്താണോ ചേട്ടൻ പഠിച്ചത്? തീർച്ചയായിട്ടും. പക്ഷെ ശരിക്കും ഈ സമയത്തൊക്കെ ഇങ്ങനത്തെ വെള്ളമാണ് കുടിക്കേണ്ടത് അല്ലേ? നമ്മള് ചുമ്മാ ലൈം ജ്യൂസ് ഒക്കെ കുടിക്കുന്നതിന് നല്ലത്. ഇതിനകത്ത് ഉപ്പും മുളകിന്റെ ആ ഒരു കുത്തലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ്. മാത്രമല്ല നല്ല ശരീരത്തിന് ഭയങ്കര ഒരു കുളിർമ കിട്ടും. അപ്പൊ ഈ വെള്ളത്തിനകത്ത് ഈ പച്ചമുളക് തന്നെ ഇടണമെന്നുണ്ടോ ചേട്ടാ? ഇല്ല, പച്ചമുളക് ഇടുന്നില്ല. കാന്താരിയാണ് ഏറ്റവും നല്ലത്. പക്ഷെ കാന്താരി ഇവിടെ ഇല്ല. കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പച്ചമുളക് എടുത്തത്. കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പാണ്, ഏറ്റവും ടേസ്റ്റും അതാണ്. അപ്പൊ കാന്താരി ഉള്ളൊരു കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ഏറ്റവും നല്ലത്. ഇല്ലാത്ത സ്ഥിതിക്ക് മാത്രം പച്ചമുളക്. അതെ 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 അതെ. നമുക്കൊരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 6-7 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളകൊക്കെ മതി. പച്ചമുളക് കീറിയിട്ടാലും പോരല്ലേ? പച്ചമുളക് കീറിയിട്ട് കഴിഞ്ഞാൽ മതി. പക്ഷെ ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ ശരിക്കും ആവശ്യത്തിന് എരിവ് കിട്ടും. ആവശ്യത്തിന് എരിവും കിട്ടും. അപ്പൊ നമുക്ക് ഇത് നാരങ്ങ അങ്ങ് പിഴിയാം. ഇപ്പം നമ്മൾ 3 നാരങ്ങയ്ക്ക് ഉണ്ടാക്കുന്നത് അല്ലേ? 3 നാരങ്ങയ്ക്ക് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 7-8 ഗ്ലാസ് ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. ചെറിയ നാരങ്ങ ആണെങ്കിൽ 6 ഗ്ലാസ് കിട്ടും. വലിയ 6 ഗ്ലാസ് കിട്ടും. നമ്മുടെ ജ്യൂസ് കടയിലൊക്കെ കൊടുക്കുന്ന വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ ഒരു 6 ഗ്ലാസ്. ഡബിൾ ഗ്ലാസ്. 3 നാരങ്ങയ്ക്ക് എത്ര മുളക് എടുത്തിട്ടുണ്ട്? 2 മുളക് എടുത്തിട്ടുള്ളൂ. 2 തന്നെ വേണ്ട, ഇച്ചിരി എരിവ് ഇടുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ഉപ്പ് ലേശം കൂടി നിൽക്കണം തോന്നല്ലേ? പൊടിയുപ്പായാലും കുഴപ്പമില്ല. ഇത് ഉപ്പ് നീരാണ് എടുത്തേക്കുന്നത്. പൊടിയുപ്പ് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്ര സാധനം കൊണ്ട് തന്നെ ശരീരം കുളിർക്കുന്ന നല്ലൊരു വെള്ളം കുടിക്കാം. ഇതിന് സാധാരണ നാരങ്ങ പിഴിയുന്നതിന് ഒരു മെഷീനൊക്കെ ഉണ്ടേ. മെഷീൻ ഉപയോഗിക്കുന്നില്ല. മെഷീനില്ലാതെ ഇങ്ങനെ പിഴിയുന്നതാണ്. കൈയൊക്കെ വൃത്തിയായിരിക്കണം. കൈയൊക്കെ ശരിക്കും വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമ്മൾ പിഴിയണം. അല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ അവസ്ഥയില് ആരും അത് ഇഷ്ടപ്പെടുകയല്ല. കടകളിലൊന്നും ഇങ്ങനെ കിട്ടാറില്ലല്ലേ? കടകളിൽ നമ്മൾ ഇതിങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങയുടെ അല്ലി വരികയല്ല. അല്ലി അതിൽ തന്നെ നിൽക്കുള്ളൂ. ഇതിന്റെ നീര് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പിഴിയുകയാണെങ്കിൽ എല്ലാം കൂടെ വരുമല്ലോ, കിട്ടും. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ഇടുകയാണേ. ചതച്ച പച്ചമുളകും ചതച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ടു. അതിലേക്ക് വെള്ളം ഒഴിച്ചോ. ഒരു 6 ഗ്ലാസ് വെള്ളം ഉണ്ടാവും അല്ലേ? നീര് ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ വെള്ളം ശരിയായിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോവാണ്.
നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം ചൂടെടുത്തിരിക്കുമ്പോൾ നമുക്കങ്ങ് കുടിക്കാം അല്ലേ? വേണമെങ്കിൽ തരിച്ച് വെള്ളം മാത്രമായിട്ട് കൊടുക്കുക. അരിക്കുവാണ് ചെയ്യുന്നത്, അരിച്ചിട്ടാണ് എടുക്കുക. അന്നേരം ഇത് നാരങ്ങ വലിയ അല്ല, പിന്നെ മുളകൊന്നും കടിക്കണ്ട, നേരെ വെള്ളം കുടിച്ചാൽ. നമ്മുടെ വെള്ളം 2 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കാം. അമ്മച്ചി സൂപ്പർ സംഭവം ആണോ? ചൂട് കുടിക്കാൻ തോന്നുന്നുണ്ടോ? കുറച്ചും കൂടെ വേണം. കുറച്ചു തരാം. ഈ ചൂടെടുത്ത് വരുമ്പോഴേ ഇതൊരു 2 ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ 2 ഗ്ലാസ് ഉണ്ട്, പേരിന് 1 ഗ്ലാസ് വിശപ്പും ദാഹവും എല്ലാം തീരും. നല്ല രുചിയല്ലേ? അതിൻ്റെ പുളിയും എല്ലാം ഉണ്ട്. മറ്റേ നന്നായിട്ട് പുളിയുണ്ട്, എരിവുണ്ട്. എരിവ് നന്നായിട്ടുണ്ട്. ഇഞ്ചിയുടെ നന്നായിട്ട് കുറയ്ക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാനും പറ്റും. പക്ഷെ ഇതിന് കുറച്ച് എരിവ് വേണം, എന്നാലും അതിൻ്റെ ഒരു രുചി കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടെടുത്തിരിക്കുമ്പം ഇങ്ങനത്തെ ഈ പറഞ്ഞ രീതിയിലൊരു വെള്ളം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ മനസ്സും തണുക്കും, ശരീരവും തണുക്കും. അത് ഗ്യാരണ്ടിയാണ് ഈ വേനൽക്കാലത്ത്, അല്ലേ? അല്ലേ ബാബുച്ചേട്ടാ? അതെ അതെ, തീർച്ചയായിട്ടും അമ്മച്ചീൻ്റെ ഗ്യാരണ്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോടെ അഭിപ്രായം പറഞ്ഞോളാം. ഇല്ല, നമ്മുടെ ഇവിടെ ഈ കാലാവസ്ഥ, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടായതുകൊണ്ട് കഫക്കെട്ടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൂൾ ഡ്രിങ്ക്സും അതല്ല തണുത്തൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം അടിപൊളിയായിട്ട് എല്ലാവരും ഈ വെള്ളം ഉണ്ടാക്കി കഴിക്കുക, ദാഹം അകറ്റുക. ദാഹത്തിനും വിശപ്പിനും എല്ലാത്തിനും നല്ലതാണ്. ഉപ്പിന്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടുവാണെങ്കിൽ ഗ്ലൂക്കോസായി. രണ്ടും സമസമം 2 ചേർക്കണം. ഉപ്പും പഞ്ചസാരയും കൂടി ചേർക്കണം. ഉപ്പ് അധികം ആകണ്ട, പഞ്ചസാര അധികം ആകാതെ സമം ചേർക്കണം. അത് നല്ലതാണ്. അതെ. അപ്പോൾ ഈ സൂപ്പർ വെള്ളം എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം അമ്മച്ചേനെയും ബാബുച്ചേനെ അറിയിക്കാം. അപ്പോൾ ഓക്കെ.